സ്നേഹനിധികളായ മാതൃസഭയെ ആര്യകുളം ഭാരവാഹികളെ, പ്രിയ സജ്ജനമിത്രങ്ങളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ സത്സംഗത്തിന്റെ തുടക്കത്തിൽ സുധാമ പതിക്കുന്നത് തോന്നുന്നു ഒരു സംശയം ചോദിക്കുകയുണ്ടായി, എന്താണ് ആധ്യാത്മികത? രാമായണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആധ്യാത്മികതയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ വളരെ പരിമിതമായ എൻ്റെ അറിവ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ആത്മാവിനെ സംബന്ധിച്ചത് ആധ്യാത്മികത. ആത്മാവും പ്രപഞ്ചവും തമ്മിലൊരു വൈകാരിക ബന്ധമുണ്ട്, വൈകാരിക അടുപ്പമുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും തന്നെ പരസ്പരം കണക്റ്റഡ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സുനാമി, ഭൂകമ്പം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പക്ഷി, മൃഗാദി ജന്തുജാലങ്ങൾ അവയെ എളുപ്പം തിരിച്ചറിയുന്നു. നേരത്തെ തന്നെ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് അവരുടെ പ്രപഞ്ചവുമായുള്ള അടുപ്പം കൊണ്ടാണ്, വൈകാരിക ബന്ധം കൊണ്ടാണ് അവർക്കത് സാധ്യമാകുന്നത്. ഇനി മനുഷ്യൻ എങ്ങനെ പ്രപഞ്ചശക്തിയെ മനസ്സിലാക്കുന്നു? നമ്മുടെ പോസിറ്റീവ് എനർജിയിലൂടെ, അതായത് നമ്മുടെ പോസിറ്റീവ് എനർജിയിലൂടെ നമ്മുടെ എനർജി ലെവൽ കൂട്ടി കൂട്ടി വന്ന് പ്രപഞ്ചശക്തിയുമായി അടുക്കുകയും പ്രപഞ്ചശക്തിയുടെ പ്രപഞ്ചത്തെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ സയൻസിന് പോലും പ്രവചിക്കാൻ പറ്റൂ. ആ പ്രവചനാതീതമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചം അവിടെയാണ് നമ്മൾ ആ ഈശ്വരീയത്വം കാണുന്നത്. പല ഡോക്ടർമാർക്കും പലപ്പോഴും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ട് ഉണ്ടാകുന്നത് പോലെ പ്രപഞ്ചം എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അങ്ങനെ പ്രപഞ്ച ശക്തിയെ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ ആധ്യാത്മികതയിലേക്ക് അടുത്തുകൊണ്ട് വരികയാണ്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കലവറയാണ്. മനസ്സിനെ മാത്രം ഒരു തത്വശാസ്ത്രത്തിലെ ഇന്നോളം ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. വളരെ നിഗൂഢമാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ് നമ്മൾ കാണുന്നതിനും മറ്റൊരാൾ കാണുന്നതിനൊക്കെ അപ്പുറത്താണ്. ഓരോ മിനിറ്റും നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിലൂടെ. ആ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, അതാണ് ആധ്യാത്മികത. അല്ലെ, മനസ്സിന്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന തത്വമാണ് ആധ്യാത്മികത. ജീവിതത്തെ കുറിച്ചുള്ള അറിവും ജീവിക്കാനുള്ള അറിവും രണ്ടും രണ്ടാണ്. അല്ലെ, ജീവിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം, നിത്യവൃത്തിക്ക് തൊഴിൽ തേടണം, അതൊക്കെയാണ് ജീവിക്കാനുള്ളത്. ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ആധ്യാത്മികത വളരെ അത്യാവശ്യമാണ്. ഈ അവസരത്തിൽ ഞാൻ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ഓർമ്മിക്കുകയാണ്. ആധ്യാത്മികതയിലൂടെ മാത്രമേ ഒരു മനുഷ്യനായി ജീവിക്കാൻ സാധിക്കൂ. ആധ്യാത്മികത എന്തെന്നറിയാതെ ഒരു കാരണവശാലും ഒരു മനുഷ്യന് പൂർണ്ണനായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ ഈ കാണുന്ന ശരീരമല്ല, ആത്മാവാണ്. എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജന്മമെടുത്തു? എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? ഇതൊക്കെ അറിയണമെങ്കിൽ ആധ്യാത്മികത അറിഞ്ഞേ മതിയാകൂ. ആധ്യാത്മികതയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ എന്ന ഭാവമില്ല. പലർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ ആധ്യാത്മികതയിൽ വന്നു കഴിഞ്ഞവരാണ്. നിങ്ങൾ സ്വയം വിലയിരുത്തി നോക്കും. നിങ്ങൾ ഈ ആധ്യാത്മികതയിൽ വന്നിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായ മാറ്റം, നിങ്ങൾക്കുണ്ടായ മാറ്റം എന്തൊക്കെയാണെന്ന് സ്വയം വിലയിരുത്തി നോക്കണം. നമ്മൾ ആരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ അകം പോകുന്നുണ്ട്, അകം എന്ന ഭാവം നശിക്കുന്നു. പിന്നെയോ നമ്മൾ ഈ സയൻസും എല്ലാം തന്നെ മരണത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ്. മരണഭയം ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ തന്നെ നാം നല്ലൊരു ജീവിതത്തിന് തുടക്കം കുറിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ആത്മാവ് നഷ്ടപ്പെട്ടവന്റെ ഒരു ദൈന്യതയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ക്രിസ്റ്റഫർ മാർലോവിന്റെ ഡോക്ടർ ഹൗസസ് എന്ന ഒരു നാടകമുണ്ട്. ആ നാടകം എടുത്ത് വായിക്കുകയാണെങ്കിൽ അതായത് ആത്മാവ് നഷ്ടപ്പെട്ട ഒരാളുടെ ദൈന്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വായിച്ചിട്ടുണ്ട്, കൂടുതൽ വായിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഇനി കൂടുതൽ എന്റെ പരിമിതമായ അറിവിത്രയേ ഉള്ളൂ. കൂടുതൽ ആധ്യാത്മികതയെ മനസ്സിലാക്കുക, വേറൊരു അവസരത്തിലൂടെ അത് വന്ന് അവതരിപ്പിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത്
മതം എന്താണെന്ന് അറിയാം. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്, അല്ലെ? മതം അഭിപ്രായമാണ്. ജ്ഞാനികളായ ഈശ്വര തുല്യരായ പണ്ഡിതന്മാർ നമുക്ക് വേണ്ടി, നമ്മുടെ മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയ തത്വങ്ങൾ, അല്ലെങ്കിൽ അവരെ നേർവഴി നടത്തിക്കാനുള്ള ഉപദേശങ്ങൾ, അതാണ് മതം. നമ്മുടെ മതം എന്ന് പറയുമ്പോൾ നമുക്ക് മതം എന്നല്ല പറയുന്നത്, സനാതന ധർമ്മം. സനാതന ധർമ്മം അത് നിരന്തരമായ വൈദേശിക ആക്രമണങ്ങൾ കഴിഞ്ഞിട്ടും സനാതന ധർമ്മം ഇന്നും അതുപോലെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അത്രയ്ക്ക് വലുതാണ്. സനാതന ധർമ്മം എന്ന് നിലനിൽക്കട്ടെ. ആ സനാതന ധർമ്മത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും. ഇതെല്ലാം നമുക്ക് കാട്ടിത്തരുന്നത് ഭാരതീയർക്ക് സുവ്യക്തമായ നല്ലൊരു കുടുംബ സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. അതിനെ തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എല്ലാവരും ജാഗരൂകരായിരിക്കുക. നമ്മുടെ സനാതന ധർമ്മത്തെ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ സംരക്ഷിക്കുക. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും ആ അറിവ് പകർന്നു നൽകുക. എല്ലാ മതങ്ങളുടെയും സാരാംശം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് മതത്തെ കുറിച്ച് ശരിയായി അറിയുകയുമില്ല, എന്നാൽ അതിലേറെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു എന്ന് ഭാവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലെ? കാര്യമായിട്ട് ശരിക്കും നമുക്ക് അറിയില്ല, പക്ഷെ നമ്മുടെ ഭാവം എന്ന് പറയുന്നത് നമുക്ക് എന്തിനോ മതത്തെ കുറിച്ച് അറിയാതാണ്. അതുകൊണ്ട് സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ പുരാതന സാമൂഹിക മൂല്യങ്ങളെ കുറിച്ചുള്ള അറിവാണ് നമുക്ക് പറഞ്ഞു തന്നതെങ്കിൽ, നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ പൂർവികരുടെ ചിന്തയെയും വിശ്വാസത്തെയും കുറിച്ചുള്ള അറിവാണ്. നമ്മുടെ പൂർവികർ എങ്ങനെയായിരുന്നു, എങ്ങനെ ജീവിച്ചവരാണ്, അവരുടെ ചിന്ത, അവരുടെ വിശ്വാസം, ഇതിനെയൊക്കെ കുറിച്ചുള്ള അറിവാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും. അതായത് നമ്മുടെ രാമായണം, മഹാഭാരതമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. രാമായണം രാമന്റെ ജീവിതയാത്രയാണ്. രാമന്റെ ജീവിതയാത്രയിലൂടെ വാൽമീകി ചിത്രീകരിക്കുന്നത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മനുഷ്യൻ എന്താണ്. നമുക്ക് പിതൃഭക്തി, മാതൃഭക്തി, ഭ്രാതൃഭക്തി, സോദരഭക്തി തന്നെയാണ് ഭ്രാതൃഭക്തി, പതിഭക്തി, ഇവയൊക്കെ എന്താണെന്ന് രാമന്റെ കുടുംബത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. യാന്തിനായ പ്രവൃത്യസ്യ തിര്യഗോപി സഹായതാം അവന്താരന്തു ഗച്ഛന്തം സോദരോപി ഹിംസതി എന്ന് പറയും. രാമായണത്തിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്. അതായത് ന്യായമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരുവരെ, ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരുവരെ മൃഗങ്ങൾ പോലും, മൃഗങ്ങൾ പോലും സഹായിക്കും എത്തും. എന്നാൽ അബദ്ധ സഞ്ചാരം നടത്തുന്ന ഒരുവരെ സഹായിക്കാൻ സ്വന്തം സഹോദരൻ പോലും ഉണ്ടാവില്ല, സ്വന്തം സഹോദരൻ പോലും കൈവെടിയും എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അതായത് രാമൻ ന്യായമാർഗത്തിലൂടെ സഞ്ചരിച്ച ഒരാളാണ്. അപ്പൊ രാമനെ സഹായിക്കാൻ വാനരന്മാർ പോലും ഉണ്ടായിരുന്നു. രാവണനാകട്ടെ പല വൃത്തികെട്ട പ്രവൃത്തികളും ചെയ്ത് അബദ്ധ സഞ്ചാരിയായിട്ട് നടന്ന രാവണനെ സഹായിക്കാൻ സ്വന്തം സഹോദരനായ വിഭീഷണൻ പോലും ഉണ്ടായില്ല. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാൽമീകി രാമായണത്തില്. അത് കഴിയുമ്പോൾ നമ്മൾ പോകുന്നത് 16-ാം നൂറ്റാണ്ടിലേക്കാണ്. 16-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് വളരെ ജീർണിച്ച, മനുഷ്യ പുരോഗതി ഇല്ലാത്ത, വളരെ ശോഷിച്ച, സാംസ്കാരികമായും സാമൂഹികമായും അധപ്പതിച്ച, ആധ്യാത്മിക പുരോഗതി ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ എഴുത്തച്ഛന്റെ കാലം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ മലയാളിയെ സമുദ്ധരിക്കാൻ വേണ്ടി അദ്ദേഹം ഭാഷയുടെ വിവിധ വശങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ രാമായണം തെലുങ്ക് രാമായണത്തിൽ നിന്ന് എടുത്തതാണെന്ന് പറയുന്നുണ്ട്, വാൽമീകി രാമായണത്തിൽ നിന്ന് എടുത്തതാണെന്ന് പറയുന്നു. എന്തു തന്നെയായാലും അദ്ദേഹം വിവിധ ദേശങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മുടെ പഴയ ഭാഷ എന്ന് പറയുന്നത് തമിഴ് കലർന്ന ഒരു മലയാള ഭാഷയാണ്. അറിയായിരിക്കും. ആ
ഭാഷയെ ഈ ഭൂമുഖത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയത് നമ്മുടെ എഴുത്തച്ഛനാണ്. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. അന്ന് ജാതീയമായ ചിന്ത, ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലമാണ്. അദ്ദേഹം അതിനെ എതിർത്ത ഒരാളാണ്, ഭേദചിന്ത ഇല്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്റെ ചട്ടിൽ 4ഉം 6ഉം ആളും എന്ന് പറയുന്നത്. അദ്ദേഹം ചെക്കാല സമുദായത്തിലെ ആളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ എന്നെ ആറ്റുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്റെ ചട്ടിൽ 4ഉം 6ഉം ആളും. അതായത് എനിക്ക് ഭേദചിന്ത ഇല്ലാന്നാണ്, ഞാൻ ജാതി വ്യവസ്ഥയെ എതിർക്കുന്നു, ഞാൻ മനുഷ്യ പുരോഗതിയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അദ്ദേഹം കിളിയെ കൊണ്ട് കഥ പറയുന്ന രീതിയിലാണ് രാമായണം എഴുതിയിരിക്കുന്നത്. അതായത് കാലത്തിന്റെ അനന്ത നിഹായസിൽ പറന്നു നടക്കുന്ന കിളിയിലൂടെ മനുഷ്യ പുരോഗതിയെ ലക്ഷ്യമാക്കി കവിയും നമ്മോടൊപ്പം സഞ്ചരിക്കുകയാണ് എന്നർത്ഥം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കളകാഞ്ചി വൃത്തമൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം. അദ്ദേഹം എഴുതിയതുപോലെ ഇനി ഒരാൾക്കും അങ്ങനെ ഒരു വൃത്തത്തിലെ കവിത എഴുതാൻ സാധിക്കില്ല. അത്രയ്ക്ക് മഹനീയനായ ഒരു കവിയാണ് അദ്ദേഹം. ചരമഗിരി ശിരസി എന്നൊക്കെ പറയുമ്പോൾ ആ വൃത്തത്തിന്റെ ഭംഗി കയറി പോവുകയാണ്. അതുപോലെ തന്നെ ലവണ ജലനിധി എന്നൊക്കെ പറയുമ്പോൾ ലംഘിച്ചു, ആ ലവണ ജലനിധി എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അവിടെ ലംഘിച്ചു. കാരണം ഹനുമാൻ സാധാരണ ഒരു വ്യക്തിയല്ല, യോഗി, മികച്ച യോഗീശ്വരനാണ് അദ്ദേഹം. പിന്നെയോ എപ്പോഴെങ്കിലും അല്പം വികൃതി, ബാലന്മാരുടെ വികൃതി കാണിക്കുന്നത് നെല്ലയിൽ പോകുമ്പോൾ മാത്രമേ അദ്ദേഹം അത് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനും ഒരു കുതന്ത്രത്തിനും വശത്താക്കാൻ സാധിക്കാത്ത വിധം അദ്ദേഹം ധർമ്മനിഷ്ഠനും നല്ലൊരു പ്രജാതൽപരനെ പോലെ ഭരണം നടത്താൻ മന്ത്രിയും കൂടെയല്ലേ അദ്ദേഹം. അതിനൊക്കെ സാമർഥ്യമുള്ള ഒരാൾ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഹനുമാനെ ലംഘിച്ചു കടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ഒരു പദപ്രയോഗത്തിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. അതിനെയാണ് നമുക്ക് ആ കവിയുടെ മഹത്വം കാട്ടിത്തരുന്നത്, കവി തന്നെ കാട്ടിത്തരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് വാൽമീകിയിലേക്ക് പോവാം. വാൽമീകി സത്സംഗത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണം നമ്മുടെ വാൽമീകിയാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് സത്സംഗം ആണല്ലോ, നമ്മൾ അനുഷ്ഠിക്കുന്നത് ഈ സത്സംഗം ആണല്ലോ. അതിന് ഏറ്റവും മഹത്തായ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ വാൽമീകി ഭാഷയാണ്. കാരണം രക്താകരൻ എന്ന അസ്കരൻ പാപമോചനത്തിൽ നിന്നുകൊണ്ട് ജ്ഞാനം സിദ്ധിച്ച് ഇത്രയും മഹനീയനായ ഒരു കവിയായി, തപോധനനായി വാൽമീകി മഹർഷിയായി തീരണമെങ്കിൽ അദ്ദേഹത്തിന് വഴികാട്ടിയത് സപ്തർഷികളാണ്. സപ്തർഷികൾ ആരൊക്കെയാണ്? മരീചി, അത്രി, അംഗിരസ്, പുലരൻ, പുലസ്ത്യൻ, പ്രതു, വസിഷ്ഠൻ. അതായത് പിടിച്ചു പറയും കട്ടുമുടിക്കലൊക്കെ ആയിട്ട് നടന്നിരുന്ന കാലത്ത് സപ്തർഷികൾ അദ്ദേഹത്തിന്റെ അടുത്ത് വരികയും സപ്തർഷികളെ ഇദ്ദേഹം കൊള്ളയടിക്കാൻ ചെല്ലുകയും സപ്തർഷികൾ ചോദിച്ചു നീ ആരാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ എഴുതാനാണ് പറയുന്നത്, കയ്യിലുള്ള സാധനങ്ങൾ എടുക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം സപ്തർഷികൾ ചോദിക്കുന്നുണ്ട്, നീ നിന്റെ വീട്ടിൽ പോയി ചോദിക്കോ, നീ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അനുഭവിക്കാൻ നിന്റെ ഭാര്യയും മക്കളും തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. ഒടുവിൽ തന്നെ പോയി ചോദിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം താൻ തന്നെ അനുഭവിച്ച് തീർക്കുക എന്നാണ് പറഞ്ഞത്. അതിരിക്കുന്നു എന്ന് പറഞ്ഞാലും ദേവലോകത്തിൽ നിന്ന് സ്വയം രാവണന്റെ ആ മഹനീയത കണ്ടിട്ട് സ്വയം ഇറങ്ങി വന്ന സ്ത്രീകളുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം നിലനിൽക്കുകയാണ്. അത്രയ്ക്ക് ധീരനായിരുന്നു രാവണൻ. രാവണൻ സുന്ദരനായിരുന്നു. രാവണന്റെ 10 തല എന്ന് പറയുന്നത് അനന്തമായ ബുദ്ധിവിശേഷമാണ്. 20 കൈ എന്ന് പറയുന്നത് ആനന്ദമായ കർമ്മശേഷിയാണ് കൊടുക്കുന്നത്. രാവണൻ സ്വർണ്ണ തടികളിലാണ് ആഹാരം കഴിച്ചിരുന്നത്. അത് മാത്രമല്ല, അവിടുത്തെ നാടകശാല, നെല്ലിന്റെ ഗോപുരം ഇതൊക്കെ തന്നെ സ്വർണത്തിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. അന്ന് ലോകത്തിൽ ജീവിച്ചിരുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നൻ രാവണനായിരുന്നു. രാവണൻ വലിയ നർത്തകനായിരുന്നു, ഗായകനായിരുന്നു,
പിന്നെയോ രുദ്രവീണ ഇത്രയ്ക്ക് ഭംഗിയായിട്ട് വീട്ടാൻ അറിയുന്ന ഒരാളും ഇന്ന് വരെ ലോകത്ത് ജനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് മിടുക്കനായിരുന്നു രാവണൻ. രാവണനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ പറഞ്ഞാൽ തീരില്ല. അത്രയ്ക്ക് മഹത്തായ ഗുണഗണങ്ങളുള്ള രാവണനാണ് വാർത്തകളാണ് ആചാര്യന്മാർ പറയുന്നത്. അത്രയ്ക്ക് മഹനീയനായ രാവണന്റെ ഇന്ദ്രിയ നിയന്ത്രണമില്ലായ്മ നിമിത്തം കൊണ്ട് മാത്രമാണ് 1% അദ്ദേഹം താഴോട്ട് പോയത്. മണ്ഡലി അങ്ങനെ രാവണന്റെ എല്ലാ കുതന്ത്രങ്ങളിലും എല്ലാ ദോഷവശങ്ങളിലും ഒക്കെ സഹകരിച്ച് നടത്തുന്ന ധർമ്മപത്നിയായിട്ട് നിൽക്കുകയാണ്. ഈ രാവണന്റെ അവസാന കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവണൻ ഈ ധർമ്മപത്നിയെ ഗുരുവായിട്ടും കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഗുരുവും ധർമ്മപത്നിയുമായ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, എന്റെ ജീവിതം ഒരു പാഴ് ജന്മമായിരുന്നോ എന്ന് അവസാനം ചോദിക്കുന്ന ഒരു ഇട വരുകയാണ്. അങ്ങനെ ഒരാൾക്കും ചോദിക്കാനുള്ള ഇട വരുത്തരുതേന്നുള്ള ഒരു അഭിപ്രായം കൂടെ അവിടെ കടന്നു വരുന്നുണ്ട്. കാരണം ഇത്രയ്ക്ക് ഗുണഗണമുള്ള ഒരാള് അവസാന കാലഘട്ടത്തിൽ പറയുകയാണ്, എന്റെ ജീവിതം ഒരു പാഴ് ജന്മമായിരുന്നു എന്ന്. ധർമ്മപത്നിയും ഗുരുവുമായി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്ന് പറയുകയാണ്. അവിടെയും ധർമ്മപത്നിയായി നിന്നുകൊണ്ട് മണ്ഡലി രാവണനെ സാന്ത്വനപ്പെടുത്തുന്നുണ്ട്. അതാണ് രാവണന്റെ അവസാന കാലം എന്ന് പറയുന്നത്. ഇത്രയും വീരശൂര പരാക്രമിയായിട്ട് പോലും രാവണനും അവസാനം എല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ ഭഗവാൻ ഉണ്ടായിരുന്നു അല്ലെ. ആധ്യാത്മരാമായണത്തിൽ പറയുന്നത് അതായത് ഖരനെയും 14,000 ആളുകളെയും ഒക്കെ വധിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ രാമനെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ്. രാമനെ എതിരിടാൻ അദ്ദേഹം വിഷ്ണുവായ രാമനെ തന്നെയാണ് മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത്. മാനസികമായി രാമനോട് ഏറ്റുമുട്ടാൻ രാവണൻ തയ്യാറായി എന്ന് നമ്മുടെ അധ്യാത്മ രാമായണത്തിൽ പറയുന്നുണ്ട്. രണ്ട് രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. അവരെ ഒരുപാട് സ്ഥലത്ത് രണ്ടുപേരും രണ്ട് രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെ പറഞ്ഞാൽ 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണത്തിന്റെ 4 മാത്രമേ നമ്മുടെ അധ്യാത്മ രാമായണത്തിലുള്ളൂ എങ്കിലും എന്തുകൊണ്ടും വാൽമീകി രാമായണത്തോട് കിടപിടിക്കുന്ന രീതിയിലുള്ള എഴുത്ത് തന്നെയാണ് നമ്മുടെ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നതെന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. അത്രയ്ക്ക് മഹത്തായ ഒരു എഴുത്ത് തന്നെയാണ് എഴുത്തച്ഛൻ നമ്മുടെ രാമനിലൂടെ കാണിച്ചിരിക്കുന്നത്, രാമായണത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് വാൽമീകി രാമായണത്തിലെ 7 കാണ്ഡങ്ങൾ ഒരുപോലെ പരമപ്രധാനമാണ്. ഒന്ന് മോശമായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കില്ല. ആകെപ്പാടെ നമുക്ക് അല്പമെങ്കിലും പറയാനുള്ളത് ബാലകാണ്ഡം മാത്രമേ ഉള്ളൂ. ബാലകാണ്ഡത്തിലെ വലുതായിട്ടൊന്നും പറയാനില്ല. കാരണം രാമൻ 14-ാമത്തെ വയസ്സ് തൊട്ടാണ് മാനസിക സംഘർഷങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുന്നത്. അതുവരെ സ്വസ്ഥനായിട്ട് ജീവിച്ച ആളാണ് നമ്മുടെ രാമൻ. 14-ാമത്തെ വയസ്സാണ് നമ്മുടെ ബാലകാണ്ഡത്തിന്റെ തുടക്കത്തിൽ കാണുന്നത്. കൗസലേന്ദ്രനായ ദശരഥനും ആ ചക്രവർത്തിയുടെ കൊട്ടാരവും ഒക്കെയാണ്. 3 പത്നിമാര്, 3 പത്നിമാർക്ക് മക്കളില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അത് പറഞ്ഞ സമയങ്ങളൊക്കെ ആവശ്യമില്ല. എങ്കിലും പറഞ്ഞു വന്നത് പുത്രൻ ഉണ്ടെങ്കിലും ദുഃഖം, പുത്രൻ ഇല്ലെങ്കിലും ദുഃഖം. അത് മക്കളെ ശരിയായി വളർത്തിയില്ലെങ്കിൽ പുത്രൻ ഉണ്ടെങ്കിലും ദുഃഖം അനുഭവിക്കേണ്ടി വരും. ആ ഒരു നാട്ടിലാണ് പറഞ്ഞു വന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വിശ്വാമിത്രന്റെ യാഗരക്ഷ, പിന്നെ ദുഷ്ടജനങ്ങളെ സംഭരിച്ചാൽ മാത്രമേ ധർമ്മത്തെ സംരക്ഷിക്കാൻ പറ്റൂ എന്ന് 2ാമത്തെ അരുത്. ഇനി 3ാമത്തെ മാനുഷാലയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് സീത അപഹരണവുമായി ബന്ധപ്പെട്ടതാണ്. രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ പ്രമാണിമാരെല്ലാം തന്നെ രാവണന്റെ അധികാരഭൂമിയില് പേടിച്ച് പരിഭ്രമിച്ച് നിന്നതേയുള്ള ഒരു പക്ഷിശ്രേഷ്ഠൻ ജടായു അദ്ദേഹത്തിന്റെ രഥത്തിന് ചുറ്റും കടന്ന് രഥത്തിന്റെ ചിറകുകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനിന്ന് സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷിശ്രേഷ്ഠൻ രാവണനെ ആക്രമിക്കുന്നു. അതാണ് രാമായണത്തിലെ 3 അരുവുകൾ, 3 മാനുഷാല. ഈ വാൽമീകി മഹർഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ
രാമോ വിഗ്രഹവാൻ ധർമ്മ. അതായത് ഇത് പറയുന്നത് എതിർപക്ഷത്തുള്ള മാരീചനെ കൊണ്ടാണ് വാൽമീകി ഇത് പറയിക്കുന്നത്. എതിർപക്ഷത്ത് ഉള്ളവർക്ക് പോലും രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമൂർത്തിയാണ്. വിഗ്രഹം എന്ന് പറയുമ്പോൾ ഐഡൽ എന്ന് നമ്മൾ ചിന്തിക്കില്ല. ഒരു സാമാന്യ തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് സാമാന്യ തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി രാമനെ ഉദാഹരണമാക്കുകയാണ്. രാമനെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് വാൽമീകി രാമോ വിഗ്രഹവാൻ ധർമ്മഹാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള രാമൻ എന്തല്ല, രാമന് 100% നല്ല ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. രാമന് പിതൃഭക്തി, മാതൃഭക്തി, അത് മാത്രമല്ല ഉപനിഷത്ത് വാക്യമായ സത്യം വത ധർമ്മം ചര, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ, ഇതൊക്കെ രാമൻ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ എന്ന നരകത്തിൽ നിന്ന് പിതാവിനെ പ്രാണന ചെയ്യുന്നവൻ, രക്ഷിക്കുന്നവനാരോ അവനാണ് പുത്രൻ. അത് രാമനിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. തന്നെ പിതാവിന് വേണ്ടിയിട്ട് തന്റെ ജീവിതം തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് രാമൻ. ഇനി നമ്മൾ രാവണനിലേക്ക് വരികയാണെങ്കിൽ രാവണൻ നമ്മൾ കരുതുന്നത് പോലെ മോശം ഒരാളല്ല. 98 ഗുണങ്ങളും രാവണനുണ്ട്. 2 ഗുണങ്ങൾ 99 ഉണ്ടെന്ന് പറയാം. ഒരെണ്ണം മാത്രമേ മോശമായിട്ടുള്ളൂ. എന്താന്ന് വെച്ചാൽ ലോകത്തിൽ എന്തെങ്കിലും ഒരു നല്ല വസ്തു കണ്ടാൽ അത് സ്വന്തമാക്കണമെന്നുള്ള മോഹം, ഇന്ദ്രിയ നിയന്ത്രണമില്ല. അത് കൈക്കലാക്കിയ രാവണനാണ് മോനാണ്. പണ്ടാരോ പറയും എന്റെ പോലെ 98 നല്ല ഗുണങ്ങളുണ്ട്. അപ്പൊ കേൾക്കുന്ന ആളുകൾക്ക് എന്താണ് ഒരു 2 മോശം ഗുണം? 98 നല്ല ഗുണങ്ങളുണ്ടല്ലോ. അതോ അത് സ്വന്തമായി ബുദ്ധിയില്ല, മറ്റാരെങ്കിലും ബുദ്ധി ഉപദേശിച്ചാൽ അനുസരിക്കുകയുമില്ല. തീർന്നില്ല അവിടെ. ഇന്ന് എന്ത് ഗുണമാണ് അയാൾക്കുള്ളത്? അതുപോലെയാണ് നമ്മുടെ രാവണന്റെ സ്വഭാവം എന്ന് പറയുന്നത്. 99 നല്ല ഗുണങ്ങൾ, ഒരേ ഒരു മോശം. ആ മോശം ഗുണത്തിൽ നിന്നാണ് ഇത്രയും വിഷയങ്ങളൊക്കെ ഉള്ളത് അല്ലെ. രാമായണം മുമ്പോട്ട് പോകുന്നതും ആ മോശം ഗുണവും മന്ധരയുടെ കൂടെയാണ് നമുക്ക് പറയാൻ സാധിക്കും. മന്ധര എന്നൊരു കഥാപാത്രം രാമായണത്തിൽ ഇല്ലായിരുന്നെങ്കിൽ രാമായണത്തിന്റെ ഗതി വേറിട്ട് പോയിരുന്നു. മന്ധര, രാവണന്റെ ഈ ഇന്ദ്രിയ നിയന്ത്രണമില്ലായ്മ, ഇതൊക്കെയാണ് ശരിക്കും വാൽമീകി രാമായണം ചമയ്ക്കാൻ. നമ്മുടെ രാമനെ ഹീറോയായി കാണുന്നു, സീതയെ ഹീറോയായി കാണുന്നു. രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെ വിട്ടമുട്ട കഥാപാത്രങ്ങളാണ്. എല്ലാവരും തന്നെ പഞ്ചകന്യകമാരിലെ 3 പേര് രാമായണത്തിലുള്ളതാണ്. അഹല്യ, സീത ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നവരുണ്ട്. താരാ മണ്ഡോദരി, അഹല്യ താരാ മണ്ഡോദരി 3 പേരെയാണ് പറയുന്നത്. 2 പേര് ദ്രൗപദിയും കുന്തിയെയാണ് പറയുന്നത്. ചിലര് സീതയെയും പറയുന്നുണ്ട്. 2 അഭിപ്രായമാണ് ആ കാര്യത്തിലുള്ളത്. അങ്ങനെ നമ്മുടെ 3 കഥാപാത്രങ്ങളും ഇതിലുള്ളതാണ്. അത്രയ്ക്ക് ശക്തിയുറ്റ സ്ത്രീ കഥാപാത്രങ്ങളാണ്. മണ്ഡോദരി എന്ന് പറയുന്നത് രാവണനെ വിട്ട് അടുത്ത മണ്ഡോദരിയെ രാവണന്റെ കാര്യങ്ങൾ പറഞ്ഞു ചേർത്തിട്ടില്ല. മണ്ഡോദരി പാർവതി ദേവിയുടെ ശാപത്താണ് 12 വർഷം മണ്ഡൂകമായിട്ട് തവളയായിട്ട് കിടക്കിൽ കഴിഞ്ഞുള്ളതാണ്. അവിടെ നിന്ന് ശാപമോക്ഷം സിദ്ധിച്ചാണ് രാവണന്റെ ഭാര്യയായിട്ടൊക്കെ വരുന്നത്. വളരെ ധർമ്മിഷ്ഠനാണ്. രാവണന് ചേരാത്ത ഒരു സ്വഭാവക്കാരിയാണ്. സത്യം പറഞ്ഞാൽ